ഒരു മനുഷ്യൻ ജീവിതം മുഴുവൻ മാന്യമായി ജീവിക്കുന്നത് പോലെ തോന്നിപ്പിച്ച് ഉള്ളിൽ മറ്റൊരാളായി ജീവിക്കുന്നു. നമ്മൾ വിശ്വസിക്കുന്ന ചില മുഖങ്ങൾ ഏറ്റവും വലിയ വഞ്ചനകളുടെ പിന്നിലായിരിക്കും. ഇന്നത്തെ കഥ അത്തരമൊരു സംഭവമാണ്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും കേരളത്തിൽ ആളുകൾ മറക്കാത്ത ഒരു കേസ്. സുകുമാരക്കുറുപ്പിന്റെ കഥ. 1984 ജനുവരി മാസത്തിലെ ഒരു ശാന്തമായ രാത്രി ആലപ്പുഴ ഭാഗത്തെ റോഡുകൾ പതിവ് പോലെ ശൂന്യമായിരുന്നു. ഇടയ്ക്കിടെ കേൾക്കുന്ന നായയുടെ കുരച്ച ശബ്ദം, ദൂരത്ത് കടന്നുപോകുന്ന ഒരു ബസിന്റെ എഞ്ചിൻ ശബ്ദം. അത്തരമൊരു രാത്രിയിലാണ് ഒരു കാറിൽ തീപിടിച്ച സംഭവം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആളുകൾ ഓടിയെത്തി. തീ അണഞ്ഞ ശേഷം കാറിനുള്ളിൽ കത്തിക്കരിഞ്ഞ ഒരു മൃതദേഹം. കാഴ്ച തന്നെ ഭയപ്പെടുത്തുന്നതായിരുന്നു. പോലീസ് എത്തി. അന്വേഷണങ്ങൾ തുടങ്ങി. കാറിന്റെ ഉടമ ഗൾഫിൽ ജോലി ചെയ്തിരുന്ന സുകുമാരക്കുറുപ്പാണെന്ന് തിരിച്ചറിഞ്ഞു. ആദ്യം എല്ലാവരും കരുതിയത് ഇതൊരു അപകടമാണെന്നായിരുന്നു. കുടുംബം നിലവിളിച്ചു, നാട്ടുകാർ ദുഃഖിച്ചു. പക്ഷേ ഒരു പോലീസ് ഓഫീസറുടെ മനസ്സിൽ ചെറിയൊരു സംശയം. മൃതദേഹത്തിന്റെ ചില പ്രത്യേകതകൾ കുറുപ്പിനോട് പൊരുത്തപ്പെടുന്നതായിരുന്നു. ആ ചെറിയ സംശയം വലിയ അന്വേഷണമായി മാറി. കുറുപ്പിന്റെ ജീവിതം പരിശോധിച്ചു. സാമ്പത്തിക പ്രശ്നങ്ങൾ, കടങ്ങൾ, ഇൻഷുറൻസ് പോളിസികൾ ഒന്നു ചേർന്നപ്പോൾ ഒരു ഭയപ്പെടുത്തുന്ന ചിത്രം രൂപപ്പെട്ടു. കുറുപ്പ് ജീവനോടെ ഉണ്ടാകാം. അപ്പോൾ കാറിൽ മരിച്ചത് ആരാണ്? അന്വേഷണം മുന്നോട്ടു പോയപ്പോൾ പോലീസിന് ലഭിച്ച വിവരം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ചാക്കോ എന്നൊരാളെ കുറുപ്പും കൂട്ടാളികളും വഞ്ചിച്ചു കൊണ്ടുപോയി. ജോലിക്കാര്യമാണെന്ന് പറഞ്ഞ് ഒരു സാധാരണ മനുഷ്യൻ, ആരെയും ദോഷം ചെയ്യാത്ത, തൻ്റെ ജീവിതം നയിക്കാൻ മാത്രം പരിശ്രമിച്ച ഒരാൾ, അയാളെ കൊന്ന് മൃതദേഹം കാറിൽ വെച്ച് തീവച്ചു. എല്ലാവരും അത് കുറുപ്പാണെന്ന് വിശ്വസിക്കുമെന്ന് കരുതി. പക്ഷേ കുറ്റകൃത്യങ്ങൾ പലപ്പോഴും പൂർണ്ണമായിരിക്കില്ല. എവിടെയെങ്കിലും ഒരു ചെറിയ പിഴവുണ്ടാകും. അതാണ് സത്യം പുറത്തു കൊണ്ടുവന്നത്. പോലീസിന് തെളിവുകൾ കിട്ടി. കൂട്ടാളികളെ അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യലിൽ സത്യം പുറത്തു വന്നു. എന്നാൽ പ്രധാന പ്രതി ഇതിനകം ഒളിവിൽ പോയിരുന്നു. പിന്നെ തുടങ്ങി വർഷങ്ങളോളം നീണ്ട മനുഷ്യവേട്ട. സംസ്ഥാനങ്ങൾ കിടന്ന അന്വേഷണം, പലതവണ വ്യാജ വിവരങ്ങൾ, പലതവണ പ്രതീക്ഷ. പക്ഷെ ഓരോ തവണയും കുറുപ്പ് പിടിയിലായില്ല. സമയം കടന്നു. 10 വർഷം, 20 വർഷം, 30 വർഷം. കാലം മാറി. പക്ഷേ കേസ് ഇന്നും ക്ലോസ് ചെയ്തില്ല. ചിലർ പറയുന്നു അയാൾ വിദേശത്ത് ജീവിക്കുന്നു. ചിലർ പറയുന്നു രൂപം മാറ്റി സാധാരണ മനുഷ്യരായി ജീവിച്ചിരിക്കുന്നു. ചിലർ പറയുന്നു അയാൾ ഇപ്പോൾ ജീവനോടെ ഇല്ലായിരിക്കാം. പക്ഷേ യാഥാർത്ഥ്യം ഇന്നും ഒരു ചോദ്യമായി തുടരുന്നു. ചാക്കോ എന്ന ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതം ഒരു നിമിഷത്തിൽ അവസാനിച്ചു. ഒരാളുടെ ലാഭമോഹം കാരണം ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരേ ഒരു കാര്യം: മനുഷ്യന്റെ ഉള്ളിലെ ഇരുണ്ട വശം ചിലപ്പോൾ പുറത്തു വരുമ്പോൾ അതിൻ്റെ വില മറ്റൊരാളുടെ ജീവനായിരിക്കും. നമ്മൾ കാണുന്ന ഓരോ മനുഷ്യനും ഒരു കഥയാണ്. പക്ഷേ ചില കഥകൾ ഭയപ്പെടുത്തുന്നതാണ്, ചില കഥകൾ മുന്നറിയിപ്പാണ്. ഈ കഥ അങ്ങനെയൊരു മുന്നറിയിപ്പാണ്. വിശ്വാസം വളരെ വിലപ്പെട്ടതാണ്. തെറ്റായ ആളിൽ അതിൽ വെച്ചാൽ ജീവിതം തന്നെ മാറിപ്പോകും.